പി.വി. അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രകടനത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് രണ്ട് മുന്നണികൾക്കും വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഉള്ള സ്കോപ്പ് നിലമ്പൂരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും ഒരു ചതുഷ്കോണ മത്സരം നടക്കുമ്പോൾ, ഇത്രയും ടൈറ്റ് മത്സരം നടക്കുമ്പോൾ 10,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് നമ്മൾ പരിഗണിച്ചാൽ 15,000 മുകളിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നു. വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ തനിക്കേ സാധിക്കുള്ളൂ. തൻ്റെ പ്ലാനിങ്ങും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചിന്താശേഷിയും കൊണ്ടാണ് ഈ പറയുന്ന തന്ത്രങ്ങളൊക്കെ രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്യുന്നത് വരുത്താനാണ്. വി.ഡി. സതീശൻ്റെ ഒരു നിലപാടെടുക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെയോ രാഹുൽ ഗാന്ധിയുടെയോ ഖാർഗെയുടെയോ അനുവാദമില്ലാതെ അത് നടപ്പിലാക്കാൻ വി.ഡി. സതീശന് സാധിക്കും. അത് കോൺഗ്രസിന്റെ സ്ട്രക്ചറും ബി.ജെ.പിയുടെ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കാരണവശാലും കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, കോൺഗ്രസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറെ കൂടി ലൂസായിട്ടുള്ള, കുറെ കൂടി ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. വ്യത്യസ്തമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെ വിളിക്കുന്നത് പിണറായിസത്തിനെതിരെയും പി.വി. അൻവറിന്റെ ദയനീയതയ്ക്ക് വേണ്ടിയും ചെയ്ത വോട്ട് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഈ പിണറായിസത്തിനെതിരെയും വി.ഡി. സതീശന്റെ ധാർഷ്ട്യത്തിനെതിരെയുമായിട്ടാണ് പി.വി. അൻവർ അതിനെ അവിടെ നിലകൊള്ളുന്നത്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള ശങ്കുറ്റി ദാസ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് 10,000-ൽ പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 209 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ മാറ്റി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകതയുണ്ട്. ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു തോന്നലുണ്ടാകും. ഇപ്പോൾ പുതുപ്പള്ളിയിൽ BJPക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് കൃത്യമായി അറിയാമെങ്കിലും BJP മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായി പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് തങ്ങൾ ജയിക്കും എന്നൊരാവേശം പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് BJP സംസ്ഥാന കമ്മിറ്റി അവിടെ മുന്നോട്ട് പോയത്. പക്ഷെ അത് നിലമ്പൂരിൽ ഉണ്ടായോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ, ജയിക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും BJPക്ക് സാധിക്കുമായിരുന്നില്ലേ? നിലമ്പൂരിൽ നിലവിലെ സാഹചര്യത്തിൽ BJP നല്ല പ്രകടനം നടത്തി എന്നാണ് പറയേണ്ടത്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും BJPക്ക് വോട്ട് കുറയുകയാണ് ചെയ്യാറുള്ളത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ഒരു ചതുഷ്കോണ മത്സരം ഇപ്പൊ നിലമ്പൂരിൽ ഉണ്ടായതാണ്. സാധാരണ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ ഡയറക്റ്റ്ലി നടക്കുന്ന ഒരു മത്സരമാണ്. വളരെ വാശിയേറിയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഓരോ വോട്ടും നിർണായകമാണ്. ഒരാളെ പരാജയപ്പെടുത്താൻ വേണ്ടി ആർക്ക് വോട്ട് കൊടുത്താലാണോ ഏറ്റവും സഹായിക്കുക, അങ്ങനത്തെ സ്വാഭാവിക ഒപ്പോണൻ്റ് ഉണ്ടല്ലോ, നാച്ചുറൽ ഒപ്പോണൻ്റ്. ആ നാച്ചുറൽ ഒപ്പോണൻ്റിനാണ് എപ്പോഴും ആളുകൾ വോട്ട് കൊടുക്കുക. ആ വോട്ട് നമ്മൾ മൂന്നാമതൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വോട്ട് ആൻറ്റി ഇൻക്യുമൻസി വോട്ട് സ്കാറ്ററായിട്ട് അയാൾ തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവിന് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആരും പരീക്ഷിക്കാറില്ല. അതുകൊണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പും, ഈ പറയുന്ന ബൈപാർട്ടി കണ്ടസ്റ്റ് വരുന്ന ഏത് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാലും BJPക്ക് അവിടെ വോട്ട് കുറയുക ചെയ്തിട്ടുള്ളൂ. വളരെ അപൂർവമായിട്ടുള്ള ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് അതിനെതിരായിട്ട് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള കാൻഡിഡേറ്റ് അങ്ങനത്തെ ഒരുപാട് കാലമായിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള, പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതലയിലിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു സ്വാധീനം ഒരു വലിയ ഘടകമായിട്ടുണ്ട്. അതല്ലാതെ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുക ചെയ്യാറ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത്. അതും ഇത്രയും ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരം നടക്കുമ്പോഴും ഈ പറയുന്ന LDF തമ്മിലാണെങ്കിലും UDF തമ്മിലാണെങ്കിലും പി.വി. അൻവർ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ 10 കൊല്ലം അവിടുത്തെ MLA ആയിരുന്ന ആൾ മത്സരിക്കുന്നു. വളരെ വാശിയേറിയ മത്സരം നടക്കുകയാണ്. വലിയ സാധ്യതകളില്ല, വലിയ പ്രോസ്പെക്റ്റ് ഇല്ല എന്ന് പറയുന്ന BJPയുടെ വോട്ടുകൾ ആ സമയത്ത് ചോർന്നു പോവാണ് സ്വാഭാവികമായിട്ട് വേണ്ടത്. ഒന്നല്ലെങ്കിൽ LDFനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ വോട്ടുകൾ കൂടി BJP എന്തായാലും ജയിക്കില്ല. അതുകൊണ്ട് ഇയാൾ LDFന്റെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടി UDFന് കൊടുക്കാമെന്ന് വിചാരിക്കും. അതല്ല, UDF സ്ഥാനാർത്ഥിയോട് വലിയ വിരോധവും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തങ്ങളുടെ വോട്ട് LDFന് കൊടുക്കാതെ വിചാരിക്കും. അതല്ലെങ്കിൽ പി.വി. അൻവറോടുള്ള സഹതാപ തരംഗം ചിലപ്പോൾ പി.വി. അൻവറിന് വോട്ടായിട്ട് 2 മുന്നണികൾക്കെതിരെയുള്ള വോട്ടായിട്ട് വരും. പക്ഷേ BJPയുടെ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വോട്ടുകൾ എവിടെയും പോയില്ല. ഇത്രയും ശക്തമായിട്ടുള്ള മത്സരത്തിലും സ്വന്തം ഫോർട്ട് കാക്കാൻ പറ്റി, സ്വന്തം കോട്ട സംരക്ഷിക്കാൻ പറ്റി. തങ്ങളുടെ വോട്ടുകൾ എവിടേക്കും പോവാതെ നോക്കി എന്നുള്ളത് വിജയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8,440 വോട്ടാണ് ഉണ്ടായിരുന്നത്.
2021 പൊതു തെരഞ്ഞെടുപ്പിൽ. അതേസമയത്ത് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് 8706 വോട്ടുണ്ട്. അതായത് 246 വോട്ടുകൾ വർദ്ധിക്കുക ചെയ്ത്. അതുകൊണ്ട് BJP അവിടെ താരതമ്യേന നല്ല പ്രകടനം നടത്തി. അവിടെ ഇപ്പോൾ പ്രകടനം നടത്തിയാൽ ആരാ ഇപ്പോൾ നല്ല പ്രകടനം നടത്തിയത്? യഥാർത്ഥത്തിൽ PV അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രകടനത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് രണ്ട് മുന്നണികൾക്കും വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഉള്ള സ്കോപ്പ് നിലമ്പൂരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായിട്ടുള്ള ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 10 കൊല്ലമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന മണ്ഡലം, അവരുടെ സിറ്റിംഗ് സീറ്റാണത്. ആ മണ്ഡലത്തിലാണ് ഇത്രയും ഒരു പരാജയം അവർക്ക് നേരിടേണ്ടി വരുന്നത്. അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും അത് മുഴുവൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത്രയും ഒരു ചതുഷ്കോണ മത്സരം നടക്കുമ്പോൾ, ഇത്രയും ടൈറ്റ് മത്സരം നടക്കുമ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. നോക്കൂ, ഇതേപോലെ പാലക്കാട് മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്നിട്ടുള്ള മണ്ഡലമാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ, അതല്ലെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ എല്ലാം വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് നമ്മൾ പരിഗണിച്ചാൽ 15,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ 10,000-നടുത്ത് മാത്രം ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള, ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വോട്ടിന്റെ അടുത്ത് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. UDF നേതാക്കളോടൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം അവർ 85,000-നും 80,000-നും ഇടയ്ക്ക് വോട്ടുകളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അവർക്ക് 75,000-ന് മുകളിലേക്ക് മാത്രമേ വോട്ടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. UDFന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണത്. ES ജോയ് വേണോ, ആര്യടൻ ഷൗക്കത്ത് വേണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ആര്യടൻ ഷൗക്കത്ത് തന്നെ ലീഗിന് സമ്മതനല്ല എന്ന് പറയുന്നൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ആര്യടൻ ഷൗക്കത്ത് ലീഗിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. പാണക്കാട് കുടുംബത്തിൽ റെയ്ഡ് നടത്തണം, പാണക്കാട് തങ്ങന്മാരെ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ വലിയ അളവിൽ പിന്തുണച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുന്നേ ലേഖനമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ആ നിലയിൽ ഇസ്ലാം മതത്തിനുള്ളിലെ ഒരു പരിഷ്കരണവാദി എന്നുള്ള രീതിയിൽ ഒരു കോർ മുസ്ലിം വോട്ട് ബാങ്കിന് അത്ര പ്രിയങ്കരനായിരുന്നില്ല എന്നൊരു ഘടകമുണ്ട്. ലീഗിനെ പല ഘട്ടത്തിലും മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് ലീഗിന് അതൃപ്തി ഉണ്ടായിരുന്നു. PV അൻവറിന്റെ കാര്യത്തിൽ ലീഗിന്റെ ഒരു മധ്യസ്ഥത്തെ വേണ്ട പോലെ VD സതീശൻ മാനിച്ചില്ല, വില വെച്ചില്ല, അയാളുടെ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറി. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് UDFനെതിരായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, PV അൻവർ പിടിച്ച വോട്ടും LDF പിടിച്ച വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് UDFന്റെ വോട്ടിന് മുകളിലാണ്. അതായത് PV അൻവറിന് അവിടെ 20,000-നടുത്ത് വോട്ടുകൾ, 18,000 വോട്ടാണ് തോന്നുന്നു ഏറ്റവും അവസാനത്തെ കൗണ്ടിങ്. 18,000 ചില്ലുവാനം വോട്ടുകളാണ്. LDFന് അവിടെ ഈ പറയുന്നത് പോലെ 67,000, 68,000 വോട്ടുകളുണ്ട്. അതായത് ശരിക്കും PV അൻവറിനേക്കാൾ കൂടുതൽ, PV അൻവറിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാലാണ് UDF കംഫർട്ടബിൾ വിന്നാണ്, സേഫ് വിന്നാണ്. ഈ പറയുന്ന അലയൻസ് നാളെ ഉണ്ടായാലും ഞങ്ങൾ ജയിക്കും. PV അൻവർ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിരുന്നാലും ഞങ്ങൾ ജയിക്കുമായിരുന്നു. കാരണം സംസ്ഥാനത്തൊരു UDF അനുകൂല തരംഗമുണ്ട് എന്ന് വാദിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ആകെ ഒരു വിക്ടറി ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് PV അൻവറിനാണ്. PV അൻവർ ഒറ്റയ്ക്ക് നിന്ന് 3 മുന്നണികൾക്കും എതിരെ നിന്ന് ഒറ്റയ്ക്ക് അയാൾ 18,000 വോട്ട് പിടിച്ചു എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ചെറിയൊരു സംഖ്യ. അല്ല, എനിക്കതിനകത്തുള്ള എതിർപ്പ് 9 വർഷക്കാലം MLA ആയിരുന്ന ഒരു മനുഷ്യനാണ് 20,000 വോട്ട് തികച്ചു പിടിക്കാൻ പറ്റാഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. 20,000 വോട്ട് കേരളം പോലെ ഇത്രയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ, ഓരോ ആൾക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ളൊരു സമൂഹത്തിൽ, ആ രാഷ്ട്രീയം എന്നത് അവരുടെ സംഘടനാ അനുഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് അല്ല, ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് ആണ് കേരളത്തിന്റെ സംസ്കാരം. പക്ഷേ നിലമ്പൂരിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസ്സുകാരനായി നടന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് PV അൻവറിനെ സ്വതന്ത്രമായി മത്സരിച്ച് സീറ്റ് പിടിച്ചെടുത്ത മണ്ഡലമാണ് നിലമ്പൂര്. അവിടെ നിലമ്പൂര് PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ണാണ്. അല്ല നോക്കൂ, അതാണ് ഞാൻ പറയുന്നത്. PV അൻവർ അവിടെ പ്രബലനായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന സമയത്തെല്ലാം അയാൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഒന്നല്ലെങ്കിൽ ആൾ വലതു മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഭാഗമാണ്. ഈ 2 മുന്നണിയുടെയും ഭാഗമല്ലാതെ ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങൾ. ഇപ്പോൾ PC ജോർജ് അങ്ങനെ ജയിച്ചിട്ടുണ്ട്, 3 മുന്നണികൾക്കെതിരെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷേ PC ജോർജിനെ പോലും പിന്നീട് ഒരു മുന്നണി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കാരണം ഒരു വ്യക്തിക്ക് ദൗർബല്യം ഉണ്ടെന്നും സംഘടനയ്ക്ക് മുകളിലേക്ക് വ്യക്തികൾക്ക് വളരെ അന്നത്തെ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ജയം നേടിയ സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറാവേണ്ടതായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായില്ല. അദ്ദേഹം നിയമസഭയിൽ ഒറ്റയ്ക്കൊരു ബ്ലോക്കായിട്ട് ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നത്. പിന്നീട് അദ്ദേഹം പല വിഷയങ്ങളിലും BJPയോട് സഹകരിക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ BJPക്ക് വളരെ എതിരായിരുന്നു അദ്ദേഹം. ഇപ്പോൾ CAA NRC നിയമം വന്ന സമയത്ത് BJPക്കെതിരെ സഭയിൽ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആള്, കാരണം അന്ന് SDPയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു.
പിന്നീട് ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭത്തിന്റെയൊക്കെ ഘട്ടത്തിൽ BJP യുടെ ഒരു അനുകൂലമായിട്ടുള്ള സമീപനം. അല്ല, അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. SDP-യുടെ വോട്ട് വാങ്ങി വിജയിച്ച് ഒരിക്കൽ അധികാരത്തിലേക്ക് എത്തിയ PC ജോർജിനെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ BJP-യും NDA-യും തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ LDF-ൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അല്ല UDF-ൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുന്നിൽ PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA രാജിവെച്ച് വന്നിട്ടും നിങ്ങളെ UDF-ലേക്കും കോൺഗ്രസിലേക്കും ഉപാധികളോടെ വേണ്ട എന്ന് തീരുമാനമെടുത്ത VD സതീശൻ തന്നെയല്ലേ രാഷ്ട്രീയത്തിലെ ഹീറോ? അല്ല നോക്കൂ, അങ്ങനെ പറയാൻ സാധിക്കില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാർത്ഥമായിട്ടുള്ളൊരു നിലപാടാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം PV അൻവറിന്റെ പിന്തുണയില്ലാതെ UDF-ന്റെ മാത്രം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് VD സതീശന്റെ ഗെയിം പ്ലാൻ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് വരുത്തേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ഉന്നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണത്. അതായത് നോക്കൂ, ഇപ്പൊ ഇവർ ഉണ്ടാക്കി വരുന്നൊരു പ്രതീതിയുണ്ട്. എന്താണ്? ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ മുഴുവൻ VD സതീശന്റെ തന്ത്രങ്ങളാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് VD സതീശൻ മാത്രമല്ലല്ലോ, വേറെയും ധാരാളം നേതാക്കന്മാരുണ്ട്. ഇപ്പൊ K സുധാകരൻ പ്രബലനായിട്ടൊരു നേതാവായിരുന്നു. K സുധാകരൻ അണികളുടെ കേഡർമാരുടെ വലിയ അളവിലുള്ള വിശ്വാസവും പിന്തുണയും ഉള്ള ഒരാളാന്ന് പറഞ്ഞപ്പോൾ K സുധാകരൻ എത്ര ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടാണ് അവർ പുറത്താക്കിയത്. K സുധാകരൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാണെങ്കിൽ ഞാൻ രാജിവെച്ചോളാം, എന്നെ അപമാനിച്ച് പുറത്തിറക്കി വിടരുതെന്ന് പറഞ്ഞു. K സുധാകരനെ പുറത്തിറക്കി വിട്ടു. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ പാർട്ടിയിൽ ഇപ്പോഴും ശക്തനായി തുടരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുരടനക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഞാനിവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. KC വേണുഗോപാൽ ഏത് സമയത്താണ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞിറങ്ങിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുക എന്നതറിയില്ല. ശശി തരൂർ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിമതനായി നിൽക്കുകയാണ്. ശശി തരൂർ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പോലും ദേശീയ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടല്ല. ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് വന്ന ആളാണെങ്കിൽ സംസ്ഥാനത്തിലെ 1ാമത്തെ ആളാണെന്നുള്ള കാര്യത്തിൽ പിന്നെ സംശയമില്ലല്ലോ. ആ നിലയിൽ സംസ്ഥാനത്ത് തന്നെ ക്ലെയിം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ആളുകൾക്കിടയിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഈ സമയത്ത് VD സതീശൻ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ തനിക്കേ സാധിക്കുള്ളൂ. തൻ്റെ പ്ലാനിങ്ങും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചിന്താശേഷിയും കൊണ്ടാണ് ഈ പറയുന്ന തന്ത്രങ്ങളൊക്കെ രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്യുന്നത് വരുത്താനാണ്. ഇത്രയും സംഘർഷത്തിലേക്കൊന്നും പോകാനില്ല. ഇപ്പോൾ ഒരു മുന്നണി സമവാക്യത്തിൽ ലീഗ് പലതവണ ആവശ്യപ്പെടുന്നുണ്ട് PV അൻവറോട് കുറെ കൂടി ഒരു മയപ്പെട്ട സമീപനം സ്വീകരിക്കണം, അദ്ദേഹത്തോട് കുറച്ചുകൂടി മിതത്വം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. PV അൻവറിനെ പാണക്കാട് കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ചെല്ലുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് പരിണിതപ്രജ്ഞനായിട്ടുള്ള UDF-ലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. പലതവണയും മധ്യസ്ഥത്തിൽ ഇടപെടുന്നുണ്ട്. ഇവരെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ജയിച്ചു എന്നതുകൊണ്ട് ഇതൊരു മെറിറ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഈ സമീപനം എന്ന് പറയുന്നത് ഈ മുന്നണിക്കുള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നൊരു സമീപനമാണ്. ഒരു വ്യക്തിയുടെ ധാർഷ്ട്യം, ഞാൻ മാത്രം മതി, താൻ പോരിവ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് ലോങ് റണ്ണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്കൊരു സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തുള്ള പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളും ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെയും നിങ്ങൾക്ക് KSUവിനെയും നിങ്ങൾക്ക് യുവ നേതാക്കന്മാരെ മുഴുവനും നിങ്ങൾക്ക് പാർട്ടിയുടെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഫേസസിനെയും അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും അറ്റൻഷൻ നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 140 മണ്ഡലത്തിലും കൊടുക്കാൻ സാധിക്കില്ല. ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനുള്ളിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് ഉണ്ട്, ഇതിനുള്ളിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങളുണ്ട്, പലതരത്തിലുള്ള അമർഷങ്ങളുണ്ട്. അത് ലോങ് റണ്ണിൽ അവർക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയില്ല. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ചേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ആ വിഷയത്തിലേക്ക് പോകാമെന്ന് ഒരു സംശയമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു തീരുമാനമെടുക്കുന്നു. BJP-യുടെ ആളായതുകൊണ്ടാണ് ഞാൻ, BJP നേതാവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷന്റെയോ അനുവാദമില്ലാതെ ആ തീരുമാനം നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കില്ല. അതുപോലെ തന്നെയല്ലേ കോൺഗ്രസിലും VD സതീശന്റെ ഒരു നിലപാടെടുക്കുന്നു. KC വേണുഗോപാലിന്റെയോ രാഹുൽ ഗാന്ധിയുടെയോ ഖാർഗെയുടെയോ അനുവാദമില്ലാതെ അത് നടപ്പിലാക്കാൻ VD സതീശന് സാധിക്കും. അത് കോൺഗ്രസിന്റെ സ്ട്രക്ചറും BJP-യുടെ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കാരണവശാലും KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, കോൺഗ്രസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറെ കൂടി ലൂസായിട്ടുള്ള, കുറെ കൂടി ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. BJP അങ്ങനെയല്ല. BJP ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കേഡർ പ്രസ്ഥാനമാണ്. ഓരോ സംസ്ഥാനത്തും സംഘടനാ സെക്രട്ടറിമാരുണ്ട്. അതായത് സംഘം തന്നെ നിയോഗിക്കുന്ന സംഘടനാ സെക്രട്ടറിമാരുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള BL സന്തോഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതിന് കീഴിൽ ഓരോ സംസ്ഥാനങ്ങളിലും സംഘടനാ സെക്രട്ടറിമാരുണ്ട്. ഇവരിലൂടെ എല്ലാം പാർട്ടി റിപ്പോർട്ട് നേടുന്നുണ്ട്. അതല്ലാതെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരു നേതാവ് പറയുന്നതോ അല്ല പാർട്ടി കേൾക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഞാൻ BJP-യുടെ സ്ട്രക്ചറിലേക്ക് പോയതല്ല. ഞാൻ പറഞ്ഞു വന്നത് VD സതീശൻ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തെ പൂർണ്ണ മനസ്സോടുകൂടി KC വേണുഗോപാലും AICC-യും അംഗീകരിച്ചതുകൊണ്ടാണ് PV അൻവർ വേണ്ട എന്ന തീരുമാനം. AICC എന്ന് പറയുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ നിലവിൽ AICC എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അതല്ലാതെ AICC എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും കേരളത്തിന്റെ കാര്യത്തിൽ തലവഹിക്കുന്നില്ല. KC വേണുഗോപാൽ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. KC വേണുഗോപാലിന് കൂടി ഗുണമുള്ള തീരുമാനങ്ങളാണ് VD സതീശൻ എടുക്കുന്നതെങ്കിൽ
വി ഡി സതീശൻ്റെ ഈ തീരുമാനം കൊണ്ട് സംസ്ഥാനത്തെ ബാക്കി എല്ലാ നേതാക്കളും വി ഡി സതീശനുമായിട്ടും പാർട്ടിയുമായിട്ടും പൊതുവിൽ അകലുകയാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് വേക്കും ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന സാഹചര്യമാണെങ്കിൽ തനിക്ക് വളരെ സൗകര്യപൂർവ്വം പറഞ്ഞിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ആദ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ അവിടെ കൗണ്ടർ ചെയ്തത്. വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ സുഗമമായ പോക്കാണെന്ന് അങ്ങ് പറഞ്ഞു. കെ സി വേണുഗോപാൽ ആ സമയത്തേക്ക് പറഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും കെ സിയുടെ തീരുമാനങ്ങളിൽ ഇതിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരുടെയും സ്ട്രാറ്റജി അവരവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് രൂപപ്പെടുന്നതായിരിക്കും. ഒരാൾ കാണുന്നത് എന്താണ്, താനാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ പാർട്ടിയെ നയിച്ചിട്ടുള്ളത്, തൻ്റെ തന്ത്രങ്ങളാണ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചിട്ടുള്ളത്, പലതരത്തിലുള്ള പ്രലോഭനങ്ങളോ പലതരത്തിലുള്ള വെല്ലുവിളികളോ വന്നിട്ട് അതിനൊന്നും മുമ്പിൽ കൂസാത്തൊരു ആൽഫാമേൽ പരിവേഷമുള്ള കേഡർമാരെ നയിക്കാൻ കഴിയുന്ന ഒരു ഇന്നത്തെ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു നേതാവാണ് ഞാൻ എന്ന പരിവേഷമാണ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നൊരാൾ വിചാരിക്കുന്നുണ്ടാവും. മറ്റൊരാൾ വിചാരിക്കുന്ന ഒരു പക്ഷേ തനിക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവുമായിട്ടുള്ള അടുത്ത ബന്ധവും ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് എല്ലാവർക്കും സ്വീകാരനായിട്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള തൻ്റെ സാധ്യതയുമായിരിക്കാം തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്തായിരിക്കും മറ്റൊരാൾ വിചാരിക്കുന്നുണ്ടാവുക. ഇതൊന്നും അല്ലാത്ത മൂന്നാമത്തെ ആൾ ഇവർ തമ്മിൽ കലഹിച്ചു കഴിഞ്ഞാൽ ആ വേക്ക് ഉപയോഗിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവാണല്ലോ ഞാൻ, എനിക്കൊരു അവസരം കിട്ടാത്തതാണല്ലോ, എന്നെ ഒരു എന്താണ് എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ളൊരു പൊതുവായിട്ട് ഉപയോഗിച്ചേക്കാം എന്ന സാധ്യതയായിരിക്കും മൂന്നാമതൊരാൾ നോക്കുക. ഓരോരുത്തരുടെയും എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണെങ്കിലും അതിലേക്കുള്ള ആളുകളുടെ മാർഗ്ഗങ്ങൾ വ്യത്യസ്തമാണ്, അതിനുവേണ്ടി അവർ അവലംബിക്കുന്ന സ്ട്രാറ്റജികൾ വ്യത്യസ്തമാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയും വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അവർ അവലംബിക്കുന്ന ഉപായങ്ങളിലും ഉണ്ടാവും, അത് വ്യത്യസ്തമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പറഞ്ഞല്ലോ, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കാണിക്കുന്നത് സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷെ ആ ഭരണവിരുദ്ധ വികാരത്തെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ ആവുക. ഇതൊരു വളരെ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഫോർ ദ UDF. എന്താ പറയുക, ഒരു വളരെ 20,000-ത്തിനടുത്തേക്കൊക്കെ ഭൂരിപക്ഷം വരുന്നത്, 15,000 ഏറ്റവും ചുരുങ്ങിയതെങ്കിലും ഭൂരിപക്ഷം വരുന്ന ഈ PV അൻവർ UDFന്റെ ഭൂരിപക്ഷത്തിന് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഒരു വളരെ പ്രോ UDF ആയിട്ടുള്ള ഒരു വേവ് കേരളത്തിലുണ്ടെങ്കിൽ, ഇവിടെ പ്രോ UDF വേവ് ഇല്ല, ഒരു ആൻറ്റി LDF വേവ് മാത്രമേ ഉള്ളൂ. ആ ആൻറ്റി LDF വേവിനെ നന്നായി ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുന്ന പാർട്ടി BJPക്ക് അവിടെ ഒരു സാധ്യത വരുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ PV അൻവറിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ഒരേ സമയം പിണറായി സത്തിനെതിരെയും വി ഡി സതീശനെതിരെയുള്ള വോട്ടാണ്. പിണറായി സത്തിനെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആള് അടുത്ത ഘട്ടമായപ്പോൾ വി ഡി സതീശന്റെ ധാർഷ്ട്യത്തിനെതിരെ ആയല്ല അടുത്ത ഘട്ടത്തിലെ പ്രതികരണം. ഞാൻ അതിനെ വിളിക്കുന്നത് പിണറായി സത്തിനെതിരെയും PV അൻവറിന്റെ ദയനീയതയ്ക്ക് വേണ്ടിയും ചെയ്ത വോട്ട് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഈ പിണറായി സത്തിനെതിരെയും വി ഡി സതീശന്റെ ധാർഷ്ട്യത്തിനെതിരെയുമായിട്ടാണ് PV അൻവർ അതിനെ അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ഒരേ സമയം ആൻറ്റി LDFും ആൻറ്റി UDFും ആണ്. അങ്ങനെ ഒരു ഇടത് വലത് വിരുദ്ധ വോട്ട് 20,000-ത്തോളം വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ പോലും ഉണ്ട്. ആ വോട്ടിന്റെ ഗുണഭോക്താവ് ഈ ഒരു സാഹചര്യത്തിൽ PV അൻവറായി പോയി എന്നതുകൊണ്ട് എല്ലാ കാലത്തും അത് PV അൻവർ ആയിക്കൊള്ളുന്നില്ല. യഥാർത്ഥത്തിൽ അത് BJPക്കും കിട്ടാവുന്ന വോട്ടാണ്. കാരണം BJP ഇതേപോലത്തെ ഒരു തേർഡ് ആൾട്ടർനേറ്റീവാണ്. ഇടതിനോടും വലതിനോടും ഒരേപോലെ വിമുഖതയുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മൂന്നാമത്തെ ബദലായിട്ട് BJP ഇവിടെ നിൽക്കുന്നുണ്ട്. നാളെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളേക്കാൾ 200 ചില്ലോണം വോട്ട് മാത്രമാണ് BJPക്ക് കൂടുതൽ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ വോട്ടിംഗ് പാറ്റേണിൽ വോട്ടേഴ്സുമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് VV പ്രകാശ് എന്നായിരുന്നു. VV പ്രകാശിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകളുണ്ട്. ഇതൊന്നും തിരിച്ച് BJPയിലേക്ക് എത്തിയിട്ടില്ലെന്ന് കണക്കൂട്ടുന്നു. അല്ല, നോക്കൂ, അതായതാണല്ലോ അങ്ങനെ ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ ആ കാര്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം അത് വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വളരെ വ്യാപകമായിട്ട് മിസ്റെപ്രസെന്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വാചകമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്നതിനെ സംബന്ധിച്ചൊരു അസസ്മെൻ്റ് ഉണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ട രീതി എന്താണ്, ആ തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ട സമീപനം എന്താണ്, അത് രണ്ടാമത്തെ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് BJPയുടെ അഭിപ്രായമായിരുന്നു ഇത് അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, ഇത് സംസ്ഥാനത്തിന് മേലെ അനാവശ്യമായിട്ട് അടിച്ചേൽപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുന്നില്ല, ഈ മുന്നണികളുടെ ബലാബലങ്ങളെയോ നിയമസഭയിലുള്ള റെപ്രസെൻറ്റേഷനെയോ നിലവിൽ നിൽക്കുന്ന സർക്കാരിൻ്റെ തുടർഭരണം ഇതൊന്നും അതിൻ്റെ തുടർച്ചേനെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. ഇത് ആളുകളുടെ നികുതിപ്പണം വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന
എന്നാലൊരു MLA ഉണ്ടായി. ആ MLAക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താനുള്ള സമയമുണ്ടോ? കേവലം 7 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ. ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള സമയം പോലും ഇല്ല. അപ്പോൾ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നുള്ളായിരുന്നു BJPയുടെ നിലപാട്. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അത് BJPയുടെ മാത്രം നിലപാടായിരുന്നു? കേരളത്തിൽ എനിക്കറിയുന്ന മുഴുവൻ പാർട്ടികളുടെ നിലപാട് അതായിരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, ഇതൊരു തലവേദനയാണ്, അവർക്കാണല്ലോ തലവേദനയാണെന്നുള്ള ധാരണയുണ്ടായിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നൊരു കാര്യമാണ്. അത് കോടിക്കണക്കിനാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ കണക്കുകൾ പ്രകാരം ചെലവ് വരുന്നൊരു കാര്യമാണ്. ഒരു MLA ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു പാർട്ടി ഇറക്കി കഴിഞ്ഞാൽ ആ MLAക്ക് പ്രവർത്തിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ലെങ്കിൽ ഇനി 7 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് കോലാഹലം അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആരുടെ ഷൗക്കത്തിനെ സംബന്ധിച്ചോ VS ജോയെ സംബന്ധിച്ചോ ഒക്കെ ഈ ഒരു ആശങ്കയുണ്ട്. ഒരു ഘട്ടത്തിൽ അൻവർ തന്നെ പറഞ്ഞിരുന്നു ഞാൻ മത്സരിക്കാനില്ല, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായം എന്താണെങ്കിലും ആ തെരഞ്ഞെടുപ്പിനോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ മത്സരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നില്ലെങ്കിൽ അത്രയും കാലം കൊണ്ട് ആ പ്രദേശത്ത് പാർട്ടി പ്രവർത്തിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പോലെയോ. BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വോട്ടുകൾ ഒന്നല്ലെങ്കിൽ LDFലേക്കോ അല്ലെങ്കിൽ UDFലേക്കോ പോകും. അതായത് നമ്മുടേതായിട്ടുള്ള വോട്ടുകൾ നമ്മൾ മറ്റു മുന്നണികൾക്ക് കൊടുക്കുന്ന പോലെയാണ്. രണ്ട്, അത്രയും കാലം കൊണ്ട് നമ്മൾ ആ പ്രദേശത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ബൂത്ത് കമ്മിറ്റികളുണ്ട്, അതിന് മേലേക്ക് മണ്ഡലം കമ്മിറ്റി ഉണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവർ നിർജ്ജീവമായി പോകും. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് BJPയുടെ ചുമതലക്കാർക്കൊന്നും ചെയ്യാല്ല, അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം? അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ആശയപ്രചരണത്തിനുള്ള ഏറ്റവും വലിയ സന്ദർഭമാണ്. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ ക്യാമ്പയിനിങ് നടക്കുന്ന, വീട് വീടാന്തരം കയറി നമ്മൾ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും എന്താ പറയുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട് വീടാന്തരം കയറാൻ, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പാർട്ടി കളയാൻ പറ്റില്ല. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം, കേരളത്തിൻ്റെ മീഡിയ സ്പേസിൽ BJP നേടിയെടുത്തിട്ടുള്ള ഒരു ഇടമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏത് വിഷയത്തെ പറ്റി ചർച്ച നടത്തിയാലും അവിടെ ഒരു LDFന്റെ പ്രതിനിധിയും ഒരു UDFന്റെ പ്രതിനിധിയും ഒരു BJPയുടെ പ്രതിനിധിയുണ്ട്. പലപ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മാധ്യമങ്ങൾ അനാവശ്യ പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് BJP വളർന്നത്, കേരളത്തിലെ മൂന്നാമത്തെ ശബ്ദമായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ BJPക്ക് എന്താ അവകാശം എന്നുള്ളത്. പക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാനം BJPക്ക് ഉണ്ട്. ഏത് വിഷയത്തിലും BJPയുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വിഷയങ്ങൾക്കും ഒരു BJP മാനം ഉണ്ട് താനും. എങ്ങനെയെങ്കിലും അതിനെ BJPയിലേക്കോ RSSലേക്കോ ഹിന്ദുത്വത്തിലേക്കോ ലിങ്ക് ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു BJPനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ആരാണ് BJP ഏറ്റവും നന്നായി എതിർക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമാണല്ലോ. വേറെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. LDF ഞങ്ങളാണ് ഏറ്റവും നന്നായി എതിർക്കുന്നതെന്ന് പറയുന്നു, കോൺഗ്രസ് അവർ പോരാ, അവരെക്കാൾ നന്നായി എതിർക്കുന്നത് ഞങ്ങളാന്ന് പറയുന്നു. കൂടുതൽ നന്നായി എതിർക്കുന്നത് ആര് എന്നുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ BJPയെ മാറ്റിയിരുത്താൻ പറ്റില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു മാസത്തോളം കേരളത്തിൽ നടക്കുന്ന മാധ്യമ ചർച്ചകളിലൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഒരുപാട് കാലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാതെ ഒരു ഓപ്ഷൻ ഇല്ല. രണ്ട് സാധ്യതകൾ നമ്മൾ ആലോചിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലുള്ള ഡാമേജ് എന്താ അതും ഞങ്ങൾ ആലോചിക്കും. അതായത് ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറ്റതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് അത് പരിഗണിക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നമുക്ക് വോട്ടുകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ മൊമെൻ്റം ഒക്കെ വർദ്ധിപ്പിക്കും, പ്രവർത്തകരുടെ മൊറയിലിനെ ബൂസ്റ്റ് ചെയ്യും. ശരിയാ. പക്ഷെ നമുക്ക് വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ. വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടാവാം. പ്രത്യേകിച്ച് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ട്രൈ പാർട്ടി കണ്ടസ്റ്റ് അപ്പുറത്ത് നടക്കുമ്പോൾ ഇവിടെ BJP ജയസാധ്യതയില്ല എന്നുള്ളൊരു പൊതുബോധം നിലനിൽക്കുന്ന സമയത്ത് BJP വോട്ടുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ BJP വോട്ട് കച്ചവടം നടത്തി എന്നുള്ള ആക്ഷേപം വരും. BJPയുടെ പുതിയ പ്രസിഡന്റ് വന്നിട്ട് മാറ്റമൊന്നുമില്ല, സംഘടനാ പ്രവർത്തനം മോശമാണ് എന്നുള്ള നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രവർത്തകരുടെ മുറയിൽ പോകും. അവിടെ ഒരു മാസത്തോളം പ്രവർത്തിച്ചിട്ട് തെരഞ്ഞെടുപ്പ് വന്ന് റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ 7 മാസം കഴിഞ്ഞ് ഇതേ പ്രവർത്തകർ വേണ്ടേ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. അപ്പോൾ പ്രവർത്തകരുടെ മുറയിൽ പോകും. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം എന്താണ് തീരുമാനിക്കുന്നത്? അവിടെ നമ്മൾ മത്സരിക്കുന്നത്, നമ്മുടെ വോട്ടുകൾ നമ്മൾ മറ്റാർക്കും കൊടുക്കാൻ തയ്യാറല്ല.
അവിടെ നമ്മൾ ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പൊന്നും ഓടി വിളിച്ചിട്ടില്ല. അല്ല, ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, BJP വോട്ടുകൾ അത് നിങ്ങൾ ആ സ്ഥാനാർത്ഥി പറഞ്ഞ മുഴുവൻ കാര്യം കേൾക്കാത്തതുകൊണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു വാചകത്തിൽ നിന്ന് 1 മിനിറ്റ് 21 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, റിപ്പോർട്ടർ ചാനലാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, അങ്ങ് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്ന കാൻഡിഡേറ്റ് ആണ്, മാർത്തോമാ സമുദായത്തിലെ അംഗമാണ്, ഇവിടെ വലിയ ഒരു ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ 13% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്, ഈ വോട്ടുകൾ മുഴുവൻ നേടാനാവും എന്നുള്ള വിശ്വാസമുണ്ടോ? അദ്ദേഹം പറയുന്നു വലിയ അളവിൽ ക്രിസ്ത്യൻ വോട്ടുകൾ എനിക്ക് കിട്ടും, പക്ഷെ മുഴുവൻ ക്രിസ്ത്യൻ വോട്ട് എനിക്ക് കിട്ടിക്കൊള്ളുന്നില്ല, കാരണം വളരെ ശക്തമായിട്ടുള്ള ആൻറ്റി LDF ഫീലിംഗ് ഉണ്ട്. അപ്പോൾ LDFനെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പക്ഷേ BJPക്ക് ജയസാധ്യതയില്ല എന്ന് കരുതി UDF വോട്ട് ചെയ്തേക്കാം. വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞ, അല്ലാണ്ട് BJPയുടെ വോട്ടുകൾ ചെയ്യുന്നല്ല പറഞ്ഞു. അങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞു. അത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് BJP വോട്ട് മറിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റിസൾട്ട് വന്നവർക്ക് എന്താ പറയുള്ളത്? BJP അതിൻ്റെ വോട്ട്, അതായത് BJPക്ക് എത്ര വോട്ടാണ് ഉള്ളത്? ഈ 8500 വോട്ട് എന്ന് പറയുന്നത് BJPയുടെ അവിടുത്തെ എന്താ പറയുക, പ്രവർത്തകരല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പലപ്പോഴും പറയുന്നത് BJP K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 17,000 വോട്ട് വന്നു, നവ്യ ഹരിദാസ് മത്സരിച്ച സമയത്ത് 13,000 വോട്ട് വന്നു. പക്ഷെ അത് പൊതു തെരഞ്ഞെടുപ്പിലാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ ജനങ്ങളുടെ മനോഭാവം വ്യത്യസ്തമാണ്. ഒന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചെയ്യുന്ന നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാം. ഇവിടെ അത് മാത്രമല്ല, അവിടെ വലിയ ലാർജർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇപ്പൊ സംസ്ഥാനത്തിന്റെ ഭരണത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും രാജ്യത്തെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ഇവിടെ. ഇപ്പൊ തൃത്താല മണ്ഡലം, ഞാൻ മത്സരിച്ചിട്ടുള്ള മണ്ഡലം, തൃത്താല മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 12,000 10,000 വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അതേസമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തൃത്താലയിൽ 28,000 വോട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് പൊന്നാനി എന്ന് പറയുന്നത് ലീഗിന്റെ മണ്ഡലമാണ്. അപ്പോൾ എന്താണ്, കോണി ചിഹ്നത്തിലാണ് അവിടെ വോട്ട് ചെയ്യേണ്ടത്. അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അവിടെ കൈപ്പത്തി ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത, എന്നാൽ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയുള്ള ഹിന്ദുക്കൾ എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹിന്ദു വോട്ടുകൾ എന്ത് ചെയ്യുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയിലേക്ക് മാറുന്നു. അവിടെ മാത്രമല്ല,